عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 196 ووقتها من الولادة إلى البلوغ ثم يعق عن نفسه والأفضل في اليوم السابع فإن لم يذبح فيه ففي الرابع عشر وإلا ففي 21. അഖീഖ അറവ് കുഞ്ഞ് ജനിച്ചതു മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയാണ് രക്ഷിതാവിന് ബാധ്യതപ്പെടുന്നത്. പ്രായപൂർത്തിയായാൽ പിന്നെ ഒരാളുടെയും അഖീഖത്ത് മറ്റൊരാൾക്ക് ബാധ്യതപ്പെടുന്നില്ല. അത് സ്വന്തത്തിനോടാണ് പിന്നീട് നിർദ്ദേശം. തനിക്ക് തന്നെ അഖീഖത്ത് നിർവഹിക്കാനുള്ള ചാൻസ്. പ്രസവം മുതൽ തന്നെ അഖീഖയുടെ സമയം ആരംഭിക്കുമെങ്കിലും അഖീഖ നിർവഹിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രസവിച്ച് 7ാമത്തെ ദിവസമാണ്. വൽ അഫ്ളൽ എന്നാണ് അതേക്കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രസവിച്ച് 7 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ അഖീഖത്ത് നിർവഹിക്കാമെങ്കിലും അങ്ങനെ നിർവഹിക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ശ്രേഷ്ഠ സമയം തിരഞ്ഞെടുക്കുന്നവർക്ക് 7ാമത്തെ ദിവസമാണ് അത് നിർവഹിക്കാൻ നല്ലത്. ഇനി 7ാമത്തെ ദിവസം നടക്കാതെ പോയാൽ പിന്നെ ഏതു ദിവസങ്ങളിലും ആകാമെങ്കിലും ഏതു ദിവസമായാലും അഖീഖത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമെങ്കിലും 7ാമത്തെ ദിവസം കഴിയാത്ത ആളുകൾ ഫഇല്ലം യസ്ബഹ് ഫീഹി ഫഫി റാബിഇ അശർ 14ാമത്തെ ദിവസമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അന്നും സാധിക്കാത്തവർ വഇല്ല ഫഫിൽ 21 21ാമത്തെ ദിവസമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ബുശ്റൽ കരീമിലും മറ്റ് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ വഹാക്കദാ ഫിൽ അസാബിഅ 7ന്റെ ഗുണിതങ്ങൾ ആണ് അഖീഖക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട ദിവസങ്ങൾ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 7 നടക്കാത്തവർ 14 അല്ലെങ്കിൽ 21, 28 ഇങ്ങനെ 7ന്റെ ഗുണിതങ്ങളിലുള്ള ദിവസങ്ങളിലാണ് അഖീഖ അറവിന് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് എല്ലാ കിതാബുകളിലും കാണാൻ സാധിക്കും. ഈ കാര്യം അഖീഖയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകളൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.